വലിയ പണ്ഡിതനൊന്നും അല്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാണ്. ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മുസ്ലിം ഒന്നും അല്ല. ഒരു മനുഷ്യനും ഒരു പെർഫെക്റ്റ് മുസ്ലിം ഇല്ല. ആദ്യം ഒരു കല്യാണം കഴിച്ചത് ഡിവോഴ്സ് ആയപ്പോ പിന്നെ ഓക്കെ, കുടുംബജീവിതം ഒന്നല്ല, ഒറ്റയ്ക്കാണ്. അപ്പോൾ അപ്പൊ ഞാൻ അതുകൊണ്ട് ചോദിക്കട്ടെ, ഈ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയോണ്ടാണോ ഡിവോഴ്സ് ആയത്? ഇപ്പൊ ഖുറാനെ വിമർശിക്കുന്നവരുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഖുറാൻ ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ വിമർശിക്കത്തില്ല. കാരണം ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഇതിനു വേണ്ടി പരസ്യമൊന്നും അല്ല, പഠിക്കാനുണ്ട്, ഞാൻ വലിയ പണ്ഡിതനല്ല. താങ്കളുടെ ഈ വിനയം അത് കണ്ടു പഠിക്കേണ്ട സാധനമാണ്. ഈ ഒരു ക്വാളിറ്റി എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. സുഭാഷ് ഏട്ടനാണ് ഇത് പറയുന്നത്, അല്ലാതെ സുലൈമാൻ അല്ല. ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യും. ഇന്ന് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ വന്നേക്കുന്നത് സുഭാഷ് ഏട്ടനാണ്. നിങ്ങൾക്ക് സുഭാഷ് ഏട്ടന് പരിചയം ഉണ്ടാവും. നമ്മളുടെ കുറേ വീഡിയോസിൽ ഈ അടുത്ത് വന്ന വീഡിയോസൊക്കെ 5 മില്യൺ 2 മില്യൺ 3 മില്യൺ അങ്ങനെ ഭീകര വ്യൂസാണ്. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമികമായി അറിവ് സംഹരിച്ചിട്ടുള്ള ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തി, ആ ഒരു രീതിയിലാണ് സുഭാഷ് ഏട്ടൻ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വീഡിയോസിൽ അദ്ദേഹം വന്നിരുന്നു. അതൊരു ബൈ ചാൻസ് അങ്ങൊരു ചെറിയൊരു വീഡിയോ ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്വീകരണം കാര്യങ്ങൾ കണ്ടപ്പോൾ ഈ വ്യക്തിയെ പറ്റി കൂടുതലായിട്ട് അറിയണം അല്ലേ? ഞാൻ വലിയ പണ്ഡിതനൊന്നും അല്ല. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊല്ലം ജില്ലയിലെ ശൂരനാട് ആനേടി എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെ പറ്റി പരിചയപ്പെടാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഷോപ്പിലുള്ള ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള അഭിപ്രായങ്ങളും ഇദ്ദേഹത്തിനോട് ചോദിക്കാം. എന്താണ് ഇത് കണ്ടിട്ട് തോന്നിയത്? നല്ല കാര്യമാണ്. ആണോ? കാരണം നമ്മള് കയറി വരുമ്പോഴേ പടച്ചവന്റെ ഒരു നാമം പിന്നെ വീട്ടിൽ വെക്കുന്നത് അതൊരു വെർക്കത്തുള്ള കാര്യമല്ല. മനസ്സിലായി. അത് അങ്ങനെ ഒരു ഷോപ്പ് നടത്തുന്നത് തന്നെ ഒരു തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഷോപ്പിൽ വന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അതൊരു പടച്ചവന്റെ ഒരു വെർക്കത്ത് തന്നെയാണ്. ഞങ്ങൾ ഈ ഷോപ്പ്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാണ്. ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മുസ്ലിം ഒന്നും അല്ല. ഒരു മനുഷ്യനും ഒരു പെർഫെക്റ്റ് മുസ്ലിം ഇല്ല. ഇസ്ലാം മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകൾക്ക് അല്ല ഒരു മാപ്പ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു നന്മയായിട്ട് മാത്രമേ ഞങ്ങൾ ഇതിനെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഒരുപാട് പരമാവധി ഗിവ് അവേസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് കാര്യങ്ങൾ ഒന്നുകൂടി ഇതിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഷോപ്പിനെ കുറിച്ച് എനിക്കൊരു ആകർഷണം വന്നതേ, നിങ്ങൾ ഈ ഇസ്ലാമികമായിട്ടുള്ള ഒരു അറിവ് അപ്പൊ ചോദ്യം ചോദിച്ചൊരു ഗിഫ്റ്റ് കൊടുത്ത്, അപ്പൊ അതൊരു നല്ല കാര്യമാണ്. അപ്പൊ അത് കൂടുതൽ അതിൽ നിന്ന് കൂടുതൽ അറിവുകൾ, ഓരോ ആദിത്യ നബി, ആരാധ നബി, അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച ഓരോ അങ്ങനെയാണ് ഞങ്ങളും സുഭാഷ് ഏട്ടനിൽ എത്തിപ്പെട്ടത്. അത് ഓരോ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുമ്പോൾ അതിന് ഞാനത് എത്തിപ്പെടാൻ കാരണം ഒരാളോട് ബിസ്മിയുടെ അർത്ഥം ചോദിച്ച്, അപ്പൊ ആ പുള്ളിക്കാരനെ അറിയത്തില്ല. അപ്പൊ അത് ഞാൻ അറിയാവുന്നുള്ള കമന്റ് ഇട്ടപ്പോഴാണ്, ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഇതിനു വേണ്ടി പരസ്യമൊന്നും അല്ലല്ല, ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിന് കമന്റിൽ അറിയാം, എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞ ഒരു കമന്റ് വന്നപ്പോഴാണ് ഞങ്ങള് ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യുന്നതും. ഇദ്ദേഹത്തിന് എങ്ങനെ അറിയാം? അതിന് പൊതുവെ അങ്ങനെ ഒരു കമന്റ് വരാറില്ല. അപ്പൊ എന്നോട് ഞാൻ ഫാത്തിഹ ഓതാൻ അറിയാമെന്ന് പറഞ്ഞപ്പോ അത് ഓതാൻ പറഞ്ഞു, ഞാൻ ഓതി കേൾപ്പിച്ച പിന്നെ ഞങ്ങള് ഞെട്ടിക്കാൻ തുടങ്ങി. ഒരു കലവറ അങ്ങ് തുറന്ന പോലെ എല്ലാത്തിനെ പറ്റിയും ഞങ്ങളിൽ പലർക്കും ഇല്ലാത്ത നോളജുകളും ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങി. പ്രത്യേകിച്ച് പുതുതലമുറയിൽ മദ്രസ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയൊന്നും പഠിക്കാൻ സമാചാരം കിട്ടാത്തവർക്കും താങ്കൾ അത്രയും എഫേർട്ട് ഇട്ട് അതിനെപ്പറ്റി പഠിച്ചു കാര്യങ്ങൾ. പിന്നെ നീ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പഠിക്കാനുണ്ട്, ഞാൻ വലിയ പണ്ഡിതനല്ല. താങ്കളുടെ ഈ വിനയം അത് കണ്ടു പഠിക്കേണ്ട സാധനമാണ്. ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പോലും സൗമ്യമല്ലാതെ സംസാരിച്ചിട്ടില്ല. ഈ ഒരു ക്വാളിറ്റി എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഇദ്ദേഹം വിനയത്തോടെ അല്ലാതെ ഒരു ഈഗോ മനസ്സിൽ വെച്ചിട്ടോ അങ്ങനെ ഞാനൊരാളെ അങ്ങനെ പെരുമാറിയിട്ടില്ല. ഇത് ഇദ്ദേഹം പലതരത്തിലുള്ള ഇതിനെപ്പറ്റി പഠിക്കുന്നതിൽ നിന്ന് ഒരു ഇതിപ്പോ നമ്മൾ തന്നെ ഇപ്പൊ ഖുറാൻ പഠിച്ചു, നമ്മൾ ഖുറാൻ അല്ല ഇപ്പൊ ഇത് വായിച്ചു. അപ്പൊ ഖുറാൻ വായിച്ചിട്ട് നമ്മള് ഒരു മോശം സ്വഭാവമാണെങ്കിൽ പറയത്തില്ല, നമ്മള് ഖുറാൻ പഠിച്ചതിന്റെയാന്ന് പറയത്തില്ല. ഖുറാനെ പറ്റി പഠിക്കാൻ തുടങ്ങിയത് താങ്കളുടെ എങ്ങനെയാണ് ജീവിതത്തിന് മാറ്റിമറിച്ചത്? അത് എനിക്ക് അത് മാറ്റിമറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുറാനോട് ഒരു ആകർഷണം തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും മരിക്കും, നമ്മുടെ റൂഹ് എന്തായാലും പോകും, ഈ മണ്ണിൽ പോകും. അപ്പൊ അതിനുശേഷം പിന്നെ അതെല്ലാ മതങ്ങളും അതിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതിനായിട്ട് എനിക്ക് കൂടുതലൊരു വിശ്വാസമുണ്ട്. അപ്പൊ അതിനെ ഖുറാനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ റൂഹ് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ല, നമ്മളെ ആഖിറത്തിലും ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നന്മ ചെയ്ത അപ്പൊ ആ മരണശേഷമുള്ള അപ്പൊ ചിലര് കളിയാക്കും ഈ മരണശേഷം എങ്ങനെ. അപ്പൊ ഖുറാനകത്ത് പറയുന്നില്ല, നമ്മളെല്ലാം സൃഷ്ടിച്ചത് ഒരു പടച്ചവൻ സൃഷ്ടിച്ച ഒരു ബീജത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഒരു ചെറിയൊരു തുള്ളിയിൽ നിന്നാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരു അസ്ഥി കഷ്ണത്തിൽ നിന്ന് നമ്മളെ പുനർജീവിപ്പിക്കാൻ ഒരു പാടുമില്ല. അത് സത്യമായ കാര്യം.
അത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരി തന്നെയാണ്. നമ്മളെ ഒരു ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ ആ സൃഷ്ടിച്ച സൃഷ്ടാവായ തമ്പുരാന് നമ്മളെ ഒന്ന് ഒരു അസ്ഥി കഷ്ണമായത്തിൽ നിന്ന് നമ്മളെ പുനർജന്മിക്കാൻ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സത്യമായ കാര്യമാണ്. അപ്പോ അത്തരത്തിൽ വളരെയധികം ആഴത്തിൽ ഇതിനെ പറ്റിയിട്ട് അറിവ് നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, പണ്ഡിതനല്ല. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഞാൻ പറയട്ടെ, ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ച പോലെ തന്നെ ഇദ്ദേഹം ഒരു റിസർച്ച് ചെയ്യുന്ന വ്യക്തിയോ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളോ അങ്ങനത്തെ ആളെ അല്ല. സാധാരണ എന്താണ് ജോലി? എന്താണ്? ഞാൻ ഒരു എയ്ഡഡ് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. എയ്ഡഡ് സ്കൂളിൽ എന്തായിട്ടാണ് ചെയ്യുന്നത്? ഓഫീസ് സ്റ്റാഫായിട്ട് അവിടെ ജോലി ചെയ്യാണ്. രാവിലെ 9 മണി തൊട്ട് അല്ലേ? അപ്പൊ ആ ഒഴിവ് സമയങ്ങളിലാണ് രാത്രിയില്. പിന്നെ ഇപ്പൊ ഫ്രീയാ. ഞാൻ ആദ്യം ഒരു കല്യാണം കഴിച്ചത് ഡിവോഴ്സ് ആയപ്പോ പിന്നെ കുടുംബജീവിതം ഒന്നല്ല, ഒറ്റയ്ക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയോണ്ടാണോ ഡിവോഴ്സ് ആയത്? അല്ല, അതിന് മുമ്പേ. അതെ, ഈ ഒരു ഇതിനൊക്കെ മുന്നേ സ്വന്തം കാരണം കൊണ്ടാണ് ഡിവോഴ്സ് ആയത് അല്ലേ? ഇതുകൊണ്ടൊന്നും അല്ല, ഞാൻ നാളെ പറയരുത്, ഇതുകൊണ്ടാണ് മനസ്സിലായി. അത് അതിനുശേഷമാണ് ഞാൻ അതിപ്പോ നേരത്തെ ഇതിനെ പറ്റി എല്ലാം പിന്നെ അറിവുണ്ടായിരുന്നു. പിന്നെ അത് പഠിക്കണമെന്ന് തോന്നി. യഥാർത്ഥമായി പറഞ്ഞ ഒരുപാട് എനിക്ക് എന്നെ ആകർഷിച്ചെന്ന് പറഞ്ഞാൽ ഇതാ, നമ്മളെ ഇന്ന് നമ്മുടെ റൂഹ് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താകും? പക്ഷെ നമ്മളാരും ഞാൻ ഉൾപ്പെടെ ചിന്തിക്കുന്നില്ല. പക്ഷെ അത് ആലോചിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്നത് അതൊരു മരണശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിനാണ് എല്ലാ റിലീജിയണിനും ഉത്തരം കൊടുക്കാൻ ശ്രമിക്കുന്നത് അല്ലേ? അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് താങ്കൾക്ക് ഉത്തരം കിട്ടിയത് ഖുർആനിൽ നിന്നാണ്. അല്ലാതെ താങ്കൾ മറ്റു മതങ്ങളോട് ഒരു ദേഷ്യവും പകയോ ഒന്നുമില്ല. ഇല്ല. ഇത് പഠിച്ചതുകൊണ്ട് താങ്കൾ ഹിന്ദു മതത്തിന് വെറുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ ഇനിയിപ്പോ കുറച്ചു പേര് വന്നിട്ട് പറയണം, താങ്കൾ എന്തിനാണ് ഈ ഒരു ഖുർആൻ വായിക്കാൻ പറയുന്നത്? താങ്കൾ മുസ്ലിം മതത്തിൽ ചേരാൻ പറയുന്നില്ല, ശരിയാണ്. ഖുർആൻ വായിക്കാൻ താങ്കൾ പറയുന്നുണ്ട്. അത് ഹിന്ദു മതത്തിനെ തകർക്കാൻ വേണ്ടിയാന്ന് അവർ പറഞ്ഞത് എന്ത് പറയും? ഞാൻ ഒരു മതത്തെ തകർക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ഒരു മതത്തെ തകർക്കാൻ വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടം കൊണ്ട് ആണ് വായിക്കുന്നത്. അത് വായിച്ചപ്പോ നമുക്ക് അതിനകത്ത് ഒരു ഇഷ്ടം തോന്നി. ഈ സമൂഹത്തിൽ ഇപ്പോ പലരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ട്. തന്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലതെന്ന് കാണിക്കാൻ വേണ്ടി, മതമായിക്കോട്ടെ എന്തായിക്കോട്ടെ. അതില് അവര് വിശ്വസിച്ച മതത്തിനെ കണ്ണുമടച്ച് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. മുസ്ലിങ്ങളില്, ഹിന്ദുക്കളില്, എത്തിസത്തില്, എല്ലാത്തിലും. ഇങ്ങനെ ഈ പരസ്പരം കീറിമുറിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അതിന്റെ ആവശ്യമില്ല. അത്രേ ഉള്ളൂ, അതിന് ആവശ്യമില്ല അല്ലേ? ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത്? ഇപ്പൊ ഖുറാനെ വിമർശിക്കുന്നവരുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഖുറാൻ ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ വിമർശിക്കത്തില്ല. ഒരു മനുഷ്യൻ എങ്ങനെ സൂക്ഷ്മമായി ജീവിക്കണം എന്നാണ് ഖുറാനകത്ത് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും പിന്നെ അത് ഒരു മനുഷ്യനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഈ കുടുംബ ബന്ധത്തിന് സാഹോദര്യത്തിന് എല്ലാം പ്രാധാന്യം കൊടുത്ത ഒരു എല്ലാവരും തന്നെ അവരുടേതായ രീതിയിൽ നന്മ പറയുന്നത്. ഇപ്പൊ ജൂസ് എന്ന് പറയുന്ന അവരും ഇതിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. ക്രിസ്ത്യാനിറ്റി അങ്ങനെ ചിലപ്പോ ഈ 1,20,000-ഓളം പ്രവാചകന്മാർ വന്ന മതങ്ങൾ തന്നെയായിരിക്കും ഈ ലോകത്തുള്ളത് അല്ലെ? മറ്റുള്ളതൊക്കെ ചിലപ്പോ ഒരു 50 വർഷമോ 10 വർഷമോ നിന്നതിന് ശേഷം നോർമൽ ആയിട്ട് പറയും, ഒറിജിനൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഒന്നുമില്ല. അപ്പോ ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതത്തില് താങ്കൾ ഖുർആൻ വായിച്ച് പഠിക്കുന്ന ഒരു ലെവലിലായിരിക്കും, അല്ലെങ്കിൽ താങ്കൾ ഒരു നിസ്കാരമൊക്കെ ഉള്ള വ്യക്തിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിലായിരിക്കും? നിസ്കാരം നല്ലതല്ലേ? നിസ്കരിക്കാൻ എനിക്കറിയാം. അറിയാമോ? നിസ്കരിക്കാറുണ്ടോ? ലുഹർ, അസർ, മഗ്രിബ്, ഇശ ഇതൊക്കെ നിസ്കരിക്കുന്ന വ്യക്തിയാണ്. നിസ്കാരം നമ്മുടെ ഒരു രാവിലെ സുബഹി നമ്മളെ പിന്നെ പറയും ബ്രഹ്മമുഹൂർത്തം. ആ സമയത്ത് നമ്മള് എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരീരത്തിനൊരു വ്യായാമമാണ്. അത് നമ്മുടെ ബുദ്ധിയെ, ബ്രെയിനിനെ ഒക്കെ ഉണർത്തുന്ന ഒരു സംഭവമാണ്. ഹിന്ദുസ് ആണെങ്കിൽ കൂടുതലും ആ സമയത്ത് യോഗയായിരിക്കും ചെയ്യുന്നത്. യോഗ ചെയ്യുന്നതിനും ആരും മോശം പറയത്തില്ല കേട്ടോ. യോഗയും നല്ലത് തന്നെ. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ അത് ചെയ്യാം അല്ലെ? ഇത് രാവിലെ ഉച്ച 10 മണി വരെ കിടന്ന് കുറുക്കം വലിച്ച് ഉറങ്ങുകയും ചെയ്യും. എണീച്ച് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെയാണ് നല്ലത്, യോഗ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യം. ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഞങ്ങളുടെ ഷോപ്പിലോട്ടൊക്കെ ഒന്ന് വരും. എന്താണ് ഈ ഒരു ഷോപ്പിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? ഷോപ്പിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, പടച്ചവന്റെ വചനങ്ങള് അത് നമ്മുടെ ഭവനത്തിലൊക്കെ വെക്കുന്നത് ഒരു ബർക്കത്തല്ലേ? അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വരാനും ഇതുപോലെ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് തീർച്ചയായിട്ടും സന്തോഷമുള്ളതാണ്. ഇവിടെ അള്ളാന്റെ 100 നാമങ്ങള്. ഇത് ഞങ്ങള് ഒരു
അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ വിളിക്കുന്ന അല്ലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. 100-ൽ മേലെ വിശേഷണങ്ങളുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു 99 നാമങ്ങളാണ് ഇതിലുള്ളത്. ഇത് നമ്മള് ഒരു ഭവനത്തിൽ വെക്കുമ്പോ തന്നെ ഒരു വ്യക്തി കയറി വരുമ്പോ തന്നെ ഇത്രയും നാമങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അത് തന്നെ ഒരു ബർക്കത്തുള്ള കാര്യം. തീർച്ചയായിട്ടും. ഇതിന്റെ വിഷയം എന്താണെന്നറിയോ? സാധാരണ ഇതിപ്പോ നമ്മൾ വാങ്ങിക്കാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. കിട്ടുന്നത് ചിലപ്പോ ഒരു 15 കൊല്ലം പഴയ മോഡലുകളായിരിക്കും. ഇന്നത്തെ വീടുകൾ അറിയാലോ, ഇന്നത്തെ വീടുകളൊക്കെ പുതിയ തരത്തിലുള്ള വീടുകളാണ്. അതിലേക്ക് പറ്റുന്ന രീതിയിൽ റീഡിസൈൻ ചെയ്യുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഒരു വ്യത്യാസം വരുത്താതെ, തെറ്റുകളൊന്നും ഇല്ലാതെ റീഡിസൈൻ ചെയ്ത് പുതിയ വീടുകളിലേക്ക് ഇത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പുതിയ വീടുകൾക്ക് എന്തായാലും ഇവിടെ നിന്ന് സാധനങ്ങൾ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ ഞങ്ങൾ ചെയ്യുന്നതിൽ ഒരു നന്മയുണ്ട്. അതിനെ നിങ്ങൾ കച്ചവടം എന്ന് പറഞ്ഞ് താഴ്ത്തരുത്. ഇദ്ദേഹത്തിനെ ഒരു തരത്തിലും നിങ്ങൾ താഴ്ത്തരുത്. ഒരു മതത്തിനും ദ്രോഹം ചെയ്യാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയല്ല ഇദ്ദേഹം. അത് നിങ്ങൾ ഇദ്ദേഹത്തോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, അല്ലേ? അപ്പോൾ ഇത്രയും നേരം ഞങ്ങളായിട്ട് ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം. ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഏതെങ്കിലും ഒരു സൂറത്ത് ഓതി അതിന്റെ അർത്ഥം ഒന്ന് പറയണം. സൂറത്ത് ഇഖ്ലാസ്. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്. അല്ലാഹു ഒന്നിനെ ആശ്രയിക്കാത്തവനും എല്ലാവരുടെയും ആശ്രയ കേന്ദ്രവുമാകുന്നു. അല്ലാഹു സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല, ജനിപ്പിക്കപ്പെടുകയില്ല. അല്ലാഹു എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമാകുന്നു. ഓ, ഇത് അറിവ്. എത്ര പേർക്ക് ഖുൽ ഹുവല്ലാഹു അഹദിന്റെ അർത്ഥം അറിയാം? മുസ്ലിങ്ങൾ 1 കോടി മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ 1,00,000 പേർക്ക് പോലും അറിയണമെന്നില്ല. സാധ്യത കുറവാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിലെ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സൂറത്തിൽ ഇഖ്ലാസ് 3 വട്ടം ഓതിക്കഴിഞ്ഞാൽ ഖുറാന്റെ 3-1 ഓതിയ പ്രതിഫലം കിട്ടുമെന്ന് ആദരവായ നബീന മുഹമ്മദ് മുസ്തഫ. പക്ഷെ എല്ലാവരും സിനിമാ പാട്ട് പഠിച്ച് ഹിന്ദി പാട്ട് പാടുന്ന പോലെ അർത്ഥം അറിയാതെ നമ്മൾ ഭവനത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ സൂറത്ത് ഇഖ്ലാസ് ഓതിയിട്ട് കയറിയാൽ അതിനൊരു ബർക്കത്താണ് പറയുന്നത്. ഇത്ര അറിവാണ്. ഇതിൽ നിന്ന് മറ്റു മതസ്ഥരോടൊന്നും അല്ല സംസാരിക്കുന്നത്, മുസ്ലിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഓതുന്നതിന്റെ അർത്ഥം കൂടി അറിഞ്ഞാൽ മാത്രം ഓതാ, മറ്റേ കൂലി കിട്ടും എന്നൊക്കെ ഉള്ളത് പഴയ കാലത്തെ ആൾക്കാരോടായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് ഇത്രയും ബുദ്ധിയും നോളേജും ഫോണും സ്മാർട്ടും ഇതൊക്കെ ഉള്ളവർക്ക് അർത്ഥം കിട്ടാൻ ഒരു പാടുമില്ല, അറിവിനൊരു പാടുമില്ല. ഓതുന്നതിന്റെ അർത്ഥം അറിഞ്ഞു തന്നെ ഓതുക, അല്ലേ? ഇഖ്ലാസ് ചെറിയ സൂറത്താണേലും ഒരുപാട് പ്രതിഫലമുള്ള സൂറത്തല്ലേ? ഓ, തീർച്ചയായിട്ടും. അത് 3 വട്ടം ഓതി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഖുറാന്റെ 3-1 ഓതിയ പ്രതിഫലം നമ്മൾ അള്ളാഹുവിന്റെ പടച്ചവന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്ന ഒരു സൂറത്താണ്. സുഭാഷേട്ടനാണ് ഇത് പറയുന്നത്, അല്ലാതെ സുലൈമാൻ അല്ല. അതുകൊണ്ട് ഏതൊരു മതം പഠിക്കുന്നവരായിക്കോട്ടെ, ഏതൊരു ഭാഷയിലുള്ളതായിക്കോട്ടെ, അത് അർത്ഥം അറിഞ്ഞു തന്നെ പഠിക്കാൻ ശ്രമിക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതുപോലെ ഞാൻ മുസാഹിബ് ഓതുമ്പോൾ ഞാൻ ഉറുദു എടുത്തിട്ട് തന്നെയാണ് മുസാഹിബ് കൈകൊണ്ടിട്ടുള്ളത്. അദ്ദേഹം അതിന്റെ എങ്ങനെ ചെയ്യണോ അതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.